പിഷുവിൻ്റെ സ്വകാര്യ സംഭാഷണം പരസ്യപ്പെടുത്തുകയും അതിനെ തുടർന്ന് വിവാദമാവുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സ്വകാര്യ സംഭാഷണം നടത്തുന്നത് പരസ്യപ്പെടുത്താമോ എന്നൊരു ചർച്ചയും ആ പരസ്യപ്പെടുത്തിയതല്ലേ തെറ്റ് എന്നുള്ളൊരു ചർച്ചയും നടക്കുന്നുണ്ട്. ആദ്യമായി ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു പ്രതിച്ഛായ നിർമ്മിതിയിലാണ് ഒരു പൊതുജനം ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ വിശ്വസിക്കുന്നത്. അവർ കെട്ടിപ്പടുത്ത ഒരു പ്രതിച്ഛായയുണ്ട്. ആ പ്രതിച്ഛായയാണ് പൊതുജനം വിശ്വസിക്കുന്നത്. ആ പ്രതിച്ഛായയ്ക്ക് വിരുദ്ധമായ ഒരു സ്വകാര്യ പ്രവൃത്തി ആര് നടത്തി കഴിഞ്ഞാലും അത് പൊതുജനങ്ങളിൽ വലിയ അമർഷവും വിമർശനവും ഉണ്ടാവും. അതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യമാണ് നമ്മുടെ മതം, ആചാരം, അനുഷ്ഠാനം, വ്യക്തിബന്ധങ്ങൾ എന്നുള്ളതെല്ലാം തന്നെ. പക്ഷേ അത് നിയമവിരുദ്ധമാണെങ്കിൽ, നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയായി തിരിഞ്ഞാൽ അതിനെ തീർച്ചയായും പൊതുജനം പഞ്ഞിക്കിടും. ഇപ്പം നമ്മൾ സ്വകാര്യ ജീവിതത്തിൽ എന്തുമായിക്കൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആവാം. സ്വകാര്യമായി നമ്മളൊരു അഴിമതി നടത്തി കഴിഞ്ഞാൽ സ്വകാര്യമായ ഒരു കാര്യമല്ലേ, സ്വകാര്യ ജീവിതത്തിലെ ഒരു കാര്യമല്ലേ, അത് വിമർശന വിധേയമാകരുത് എന്ന് നമുക്ക് ശണ്ഠിക്കാൻ അല്ലേ പറ്റില്ല. അത് വളരെ സരസമായി സംസാരിക്കുന്ന വളരെ കമേഡിയനായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങായിയാണ് ഈ പറയുന്ന പിഷു. ഒരു കലാകാരനായ കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ നമുക്ക് ഏറെ ആദരവ് പിഷാരടിയോടുണ്ട്. പക്ഷേ ആ പിഷാരടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു പ്രവർത്തനത്തെ ഒരു തരം ഊച്ചാളിത്തരമായി പോയി എന്നല്ലാതെ വേറൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് പാലക്കാടിൻ്റെ ശാപമായിരിക്കാം. ചിലപ്പോൾ ആ സ്ഥലത്ത് MLA ആയി പോയതിന് ശേഷമാണല്ലോ പിഷാരടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗം ഉണ്ടായിപ്പോയത്. തീർച്ചയായിട്ടും അത് ആ സ്ഥലത്തെ ആ പ്രശ്നം തന്നെയായിരിക്കും. അതൊരു പ്രശ്നം വെച്ച് പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഭാവിയിലെ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ മത്സരിക്കാതെ ഇരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഇങ്ങനെ തുടരെ ഇങ്ങനെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരെങ്കിലുടെയും ഒക്കെ വല്ല കൂടോത്രോ മന്ത്രവാദമോ ഒക്കെ ആയിരിക്കാം. എന്തുതന്നെയായാലും പിഷാരടി നടത്തിയ സ്വകാര്യ സംഭാഷണം പുറത്തു വന്ന സ്ഥിതിക്ക് പുറത്തു വന്ന ആ ചളി തീർച്ചയായിട്ടും ഒരു ട്യൂണിങ് തന്നെയാണ്. അത് ഒരു നിലയ്ക്ക് നമുക്ക് അംഗീകരിക്കാൻ, കോൺഗ്രസ്സുകാരായ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അതിനൊരു കോൺഗ്രസ്സുകാരും അനുകൂലിച്ച് മുന്നോട്ട് വരരുത്. അത് പിഷുവിൻ്റെ ഭാഗത്തു നിന്നും അബദ്ധത്തിൽ പറ്റിപ്പോയതാണെങ്കിലും എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ആ പൊതുജീവിതത്തിൻ്റെ നന്മകൾ നിറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം പൂർത്തീകരിക്കാൻ 5 വർഷം കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി.